ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ട ദിവസമാണ് കേട്ടോ എന്ന്. ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഐ ഹാഡ് എ സ്മോൾ ഹോപ്പ്. മേ ബി വൺ ഡേ ഐ ഡിഡ് റീച്ച് എ പോയിന്റ് വെർ ഐ കുഡ് ടോക്ക് അബൌട്ട് മൈ ഗ്രോത്ത്. ആൻഡ് ടുഡേ ദാറ്റ് മൊമെന്റ് ഈസ് ഹിയർ. ഇറ്റ്സ് നോട്ട് ഫുൾ മോണിറ്റൈസേഷൻ യെറ്റ്, but it's a step forward, a sign that my efforts are getting paid off. And that's exactly why I'm including this in my 21-day journey. Because this journey is about progress, about small wins, and that brings big changes. And today, I'm celebrating one such milestone. 15,000 watch hours, still not fully monetized. Shocking, right? യൂട്യൂബ് തുടങ്ങിയല്ലോ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ബട്ട് ലെറ്റ് മീ ടെൽ യു ദ റിയാലിറ്റി. ഈവൻ ആഫ്റ്റർ 15,000 hours, I haven't made a single rupee. Because not all watch hours count. And to be honest, I never started YouTube for money. I started it because I needed something to hold on to. There was a phase where I felt like I am slipping into depression again. I needed an escape. Something to keep me happy and engaged. That's when I thought about my TikTok days. That was a time I felt truly happy, creating content, connecting with people. That's why I started YouTube. But today, after so much of effort, I have finally applied for monetization. While I wait for approval, let's go through my day together. And if you have ever thought about growing your YouTube channel, stay till the end. I have some real data-driven tips that no one tells you. രാവിലെ തന്നെ മോർണിംഗ് വാക്കിന് എൻ്റെ കൂടെ വൈഷു ഉണ്ട് കേട്ടോ. കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ച്, പിന്നെ രാവിലെ ആയതുകൊണ്ട് ആളുകൾ പട്ടീനെയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വൈഷുവിൻ്റെ അടുത്ത് നേരെ വീട്ടിലേക്ക് പോവാണ്. വൈഷു ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. പിന്നെ വൈഷുവിനെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ റെഡി ആവാനായിട്ട് പോയി. ഈ സമയത്ത് മോർണിംഗ് റൂട്ടീനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കടന്നു. ഇന്ന് വർക്കിംഗ് ഡേ അല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല, പതുക്കെ ചെയ്യാനുള്ള സമയമുണ്ട്. ഇന്ന് ലഞ്ചിന് പ്ലാൻ ചെയ്യുന്നത് ഒരു സിമ്പിൾ ഊണാണ് കേട്ടോ. ഒരു പ്രോൺസ് ഫ്രൈയും പിന്നെ ഒരു ഫിഷ് കറിയും സാലഡും. വൈഷുവിന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഉറക്കം പതിവുണ്ട്. അപ്പോൾ അതിന് മുമ്പ് പാല് കുടിക്കും. അതിനുള്ള പാലാണ് ഞാൻ ആദ്യമേ തിളപ്പിച്ച് വയ്ക്കുന്നത്. അതിനുശേഷം ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കടന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ ഫിഷ് കറിയാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ ലീവൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇതുപോലെ നാടൻ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. When I started YouTube, ഗൈഡൻസിന് വേണ്ടി ഞാൻ ഒത്തിരി പേരുടെ വീഡിയോസ് എടുത്ത് കാണുമായിരുന്നു. ആ സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്നതാണ് ഫൈൻഡ് യുവർ നീഷെ. പക്ഷേ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വേറൊരു സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് യുവർ നീഷെ, ഫൈൻഡ് യുവർ ഓഡിയൻസ്. ഇഫ് യു ആർ എ സ്മോൾ യൂട്യൂബർ ആൻഡ് യു ഓൾറെഡി സ്റ്റാർട്ടഡ് പുട്ടിങ് വീഡിയോസ് ഓൺ യൂട്യൂബ്, നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വർക്കായ വീഡിയോ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ചെയ്ത വ്യൂവേഴ്സിന് തന്ന വീഡിയോ ഏതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഗോ ടു യുവർ യൂട്യൂബ് സ്റ്റുഡിയോ. ഇഫ് യു ഗോ ടു ദ അനാലിറ്റിക്സ് പേജ് ആൻഡ് സെലക്ട് ഓഡിയൻസ്, ഇവിടെ റിട്ടേണിംഗ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കഴിഞ്ഞ 28 ഡേയ്സിൽ അല്ലെങ്കിൽ ഒരു 90 ഡേയ്സിൽ, അതായത് ഒരു സെലക്റ്റഡ് നമ്പർ ഓഫ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ വീഡിയോസ് വീണ്ടും വാച്ച് ചെയ്ത ഓഡിയൻസിൻ്റെ എണ്ണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏത് വീഡിയോ കണ്ടിട്ടാണ് ആ വ്യൂവേഴ്സ് തിരിച്ച് ചാനലിലേക്ക് വന്നത് എന്നും കാണാനായിട്ട് സാധിക്കും. സോ ഇഫ് യു ആർ എ പേഴ്സൺ കോൺസെൻട്രേറ്റിംഗ് ഓൺ ഷോർട്സ്, ഏതൊക്കെ ഷോർട്സ് ആണ് അവരിൽ വീണ്ടും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യാനായിട്ടുള്ളൊരു ടെംപ്റ്റേഷൻ ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇഫ് യു ആർ എ പേഴ്സൺ കോൺസെൻട്രേറ്റിംഗ് ഓൺ വീഡിയോസ്, ഏത് തരത്തിലുള്ള വീഡിയോസാണ് അവർ കണ്ടിട്ടുള്ളതെന്ന് മനസ്സിലാവും. Instead of finding a niche, if you're creating the same sort of video again, the number of viewers or number of returning viewers will increase, and that will create a number of loyal viewers to your channel. അവിടെയും കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒത്തിരി പേര് പറയുന്ന കാര്യവുമാണത്, അതായത് സ്ഥിരം വീഡിയോ ഇടണം എന്നൊക്കെ. ഇത് എനിക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ 21 ഡേ സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ലെറ്റ് മീ ടെൽ യു, ദീസ് ആർ നോട്ട് കണ്ടിന്യൂസ് 21 ഡേയ്സ്. ഐ വാസ് സ്ട്രഗ്ലിംഗ് ടു ടേക്ക് വീഡിയോസ് ത്രൂ ഔട്ട് ദ ഡേ. ചില ദിവസങ്ങൾ അത്ര എസ്തറ്റിക് ആയിരിക്കില്ല, ചില ദിവസങ്ങളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല, ചില ദിവസങ്ങൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ പല ബുദ്ധിമുട്ടുകൾ കാരണം നിർത്തി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. സോ മാക്സിമം ഐ എം ട്രൈ
ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് വാച്ച് അവർ തന്നെയാണ് കേട്ടോ. 4000 വാച്ച് അവർ തികയ്ക്കുക എന്ന് പറയുന്നത് ഒട്ടും ഒരു ഈസി ജോബല്ല. വാച്ച് അവർ കൂടണമെങ്കിൽ ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് കൂടണം. അതായത് ഒരാൾ നമ്മുടെ വീഡിയോ എടുത്ത് കാണാൻ തുടങ്ങിയാൽ അയാൾ എത്ര നേരം കാണുന്നു എന്നതാണ് ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് എന്ന് പറയുന്നത്. വൺസ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് പാർട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ്, വിച്ച് പാർട്ട് ഈസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോർഷൻ ഏതൊക്കെയാണ്, അവർക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നുന്ന പോർഷൻ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഈവൻ ആഫ്റ്റർ അപ്ലോഡിങ് യുവർ വീഡിയോസ് ടു യൂട്യൂബ് നമുക്കത് ട്രിം ചെയ്ത് മാറ്റാൻ പറ്റും. അതായത് ആ പോർഷൻ മാത്രമായിട്ട് ട്രിം ചെയ്ത് മാറ്റാൻ പറ്റും. സോ ദാറ്റ് യുവർ ഓഡിയൻസ് വിൽ സ്റ്റിക്ക് ടു ദ വീഡിയോ അഗൈൻ. ഹിയർ ഇൻ ദിസ് വീഡിയോ ആദ്യത്തെ 14ാമത്തെ സെക്കൻഡിലാണ് ആദ്യത്തെ ഡിപ്പ് വരുന്നത്. ഞാനിപ്പോൾ സപ്പോസ് അത് ട്രിം ഔട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് റിട്ടൻഷൻ റേറ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ചെയ്യാനായിട്ട് എയ്തർ യു ക്യാൻ യൂസ് ലാപ്ടോപ്പ് ഓർ മൊബൈൽ ഫോണിൽ തന്നെ ഡെസ്ക്ടോപ്പ് മോഡിൽ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് എഡിറ്റ് ചെയ്യാം. YT സ്റ്റുഡിയോയിൽ അനാലിറ്റിക്സിൻ്റെ താഴെ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ പോയിട്ട് ഡിപ്പ് വരുന്ന പോർഷൻസ് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച് ഈ ഭാഗങ്ങൾ മാത്രം ട്രിം ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്ന ഒരാൾക്ക് ഇൻട്രസ്റ്റ് പോകാതെ ലാസ്റ്റ് വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വീഡിയോ നല്ലതാണെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ യൂട്യൂബ് അതൊരു നല്ല വീഡിയോ ആയിട്ട് അസ്യൂം ചെയ്യുകയും കൂടുതൽ യൂട്യൂബ് റെക്കമെൻഡേഷൻസ് തരികയും ചെയ്യും. അങ്ങനെ കിട്ടുന്നത് വഴി കൂടുതൽ വ്യൂസും വാച്ച് അവേഴ്സും കിട്ടും. ഞാനും ഒത്തിരി പേരുടെ വീഡിയോയിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ആദ്യത്തെ കുറച്ച് സമയത്ത് ആ വീഡിയോയ്ക്ക് കിട്ടുന്ന റെസ്പോൺസ് ആ വീഡിയോയുടെ പിന്നീടുള്ള റീച്ചിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ളത്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇഫ് യു ആർ എ പേഴ്സൺ ക്രിയേറ്റിംഗ് വീഡിയോസ് ഓൺ ലൈഫ് സ്റ്റൈൽ ആൻഡ് 50% ഓർ മോർ ഓഫ് യുവർ സബ്സ്ക്രൈബേഴ്സ് ആർ ഇൻ ടു ഇറ്റ്, ദെൻ ഓൺലി ടേൺ ഓൺ ദി നോട്ടിഫിക്കേഷൻ ടു സബ്സ്ക്രൈബേഴ്സ് വെൻ യു ആർ അപ്ലോഡിംഗ് ദാറ്റ് വീഡിയോ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഒരു സബ്സ്ക്രൈബർക്ക് ഈ നോട്ടിഫിക്കേഷൻ ചെന്ന് അവരത് ഓപ്പൺ ചെയ്യുമ്പോൾ അവരുദ്ദേശിക്കുന്ന വീഡിയോ അല്ല അതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദേ വിൽ സ്കിപ്പ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോയുടെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് കുറയും. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ വീഡിയോയുടെ റീച്ചും കുറയും. ഇതിന് പകരം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, സബ്സ്ക്രൈബർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ഓഫ് ചെയ്തിടും. അതിന് പകരം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സെർച്ച് കീവേഡ്സും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടൈറ്റിലും തമ്പനെയിലും ഒക്കെ ആയിട്ട് കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്താണോ അത് യൂട്യൂബ് മനസ്സിലാക്കുകയും യൂട്യൂബ് അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് കൂടി തന്നെ ആയിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആദ്യം കണ്ടില്ലെങ്കിലും പിന്നീട് അവർക്കതിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തും, ഇല്ലെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തില്ല. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചിലരുടെ വീഡിയോ കണ്ടിട്ടും അതുപോലെ തന്നെ എനിക്ക് തനിയെ മനസ്സിലായ കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ജസ്റ്റ് ഷെയറിങ് വിത്ത് യു പീപ്പിൾ. പക്ഷേ ഇത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഇത് മാത്രമൊന്നുമല്ല, ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻക്ലൂഡിങ് യൂസിങ് ആപ്പ് ലൈക്ക് വീഡിയോ IQ. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷേ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്തപ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദ വീഡിയോ ഡ്യൂറേഷൻ ഈസ് കവേർഡ്. പക്ഷേ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ ഐ എം എൻഡിങ് ദിസ് ടോപ്പിക് ഹിയർ. അപ്പോൾ ഡേ 4 ഞാൻ കൂടുതലും കവർ ചെയ്തത് യൂട്യൂബിലെ ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസിൽ ഐ ഹാവ് ഷെയർഡ് ഫിനാൻഷ്യൽ ടിപ്സ് ആൻഡ് അതർ തിങ്സ് ആൻഡ് ഹെൽത്ത് ടിപ്സ് ആൻഡ് ഓൾ. അപ്പോൾ ഈവനിങ്ങിൽ ഫ്ലീ മാർക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ പോയി പിന്നെ വൈകിട്ട് ഒരു ഫ്രണ്ടിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോയി. അങ്ങനെയാണ് ഈ ഡേ എൻഡ് ചെയ്തത്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ. If the day 5 video is online, you will find it on the right side of this video. If not, please subscribe to my channel and click the bell icon so that you won't miss the notification of the next video if you are interested. And 21 day series in the link description